ചൈനയെ മുറിച്ചെടുക്കണം, അതിന് അഫ്ഗാനിസ്ഥാനെ ഉമ്മ വെക്കുകയാണ് അമേരിക്ക. ബാഗ്രാം എന്ന സൈനിക എയർബേസ് വീണ്ടും വലിയ രീതിയിലുള്ള വിവാദത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാന്റെ തന്ത്രപ്രധാനമായിരിക്കുന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന ബാഗ്രാം എന്ന സൈനിക എയർബേസ് അമേരിക്ക വീണ്ടും ആവശ്യപ്പെട്ടു. 12 മുതൽ 14 ചതുരശ്ര കിലോമീറ്റർ വിസ്താരത്തിൽ പരന്നു കിടക്കുന്ന അഫ്ഗാനിസ്ഥാനിലെ ഏറ്റവും വലിയ എയർബേസ് കൂടിയാണ് ബാഗ്രാം എയർബേസ്. ആദ്യഘട്ടത്തിൽ ഭീഷണി സ്വരത്തിലൂടെയായിരുന്നു അമേരിക്കയുടെ ഇടപെടലുകളും നടപടി ഉണ്ടാകുമെന്നുള്ള ഭീഷണിയും. അതിന് അഫ്ഗാൻ കീഴടങ്ങില്ലെന്ന് ഉറപ്പായതോടുകൂടി ലളിതവൽക്കരിച്ചുകൊണ്ട് സാമ്പത്തിക സഹായമടക്കമുള്ള രാജ്യപുരോഗതിക്ക് ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ നൽകാമെന്നുള്ള വാഗ്ദാനവുമായി രണ്ടാം ഘട്ടം അമേരിക്ക അഫ്ഗാനെ സമീപിച്ചിരിക്കുകയാണ്. കാബൂളിൽ നിന്ന് 60 കിലോമീറ്റർ വടക്ക് മാറിയിട്ടാണ് ബാഗ്രാം എന്ന് പറയുന്ന ഈ സൈനിക എയർബേസ് അല്ലെങ്കിൽ എയർപോർട്ട് ഉള്ളത്. താലിബാന്റെ ശക്തമായിരിക്കുന്ന പോരാട്ടത്തിന്റെ പ്രധാന കേന്ദ്രവും ഉത്ഭവവും യഥാർത്ഥത്തിൽ ഇവിടെയായിരുന്നു. 979 മുതൽ 989 വരെ USSRന്റെ സൈനിക സാന്നിധ്യവും ഇടപെടലുകളും ഈ മേഖല കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു. അഫ്ഗാനിസ്ഥാനുമായിട്ട് വലിയ സൗഹൃദവും വലിയ ബന്ധവുമായിരുന്നു. പിന്നീട് താലിബാനെ വീഴ്ത്തി അമേരിക്ക അധികാരത്തിൽ വന്നതോടുകൂടി USSR ഏറെക്കുറെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അപ്രത്യക്ഷമായി. അവർ വിട്ടുപോയി എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് ഈ പറയപ്പെട്ട ഈ ബാഗ്രാമിനുള്ള പ്രത്യേകത എന്നുള്ളത് എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെട്ടതാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും മനോഹരമായിരിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മേഖല മറ്റ് ഈ ഏഷ്യയുടെ മേഖലകളിൽ ഇല്ല എന്നാണ് പറയുന്നത്. അതിൽ ബാഗ്രാം ഈ സൈനിക മേഖലയുടെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഇറാന്, ചൈന, പാകിസ്ഥാൻ, റഷ്യ. അതിർത്തിയുടെ ഭാഗങ്ങളിലേക്ക് വളരെ എളുപ്പത്തിൽ എത്താൻ വേണ്ടി സാധിക്കും എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇതിൽ ഇറാനും ചൈനയും റഷ്യയും അമേരിക്കയുടെ ശത്രു രാജ്യമാണ്. പാകിസ്ഥാൻ പിന്നെ ഏറെക്കുറെ അമേരിക്കയുമായിട്ട് സഹകരിച്ച് നിൽക്കുന്ന രാജ്യമായതുകൊണ്ട് വലിയ പ്രശ്നമില്ല. എന്നാലും പാകിസ്ഥാന്റെ രഹസ്യങ്ങളൊക്കെ അറിയാമെന്നുള്ളത് അമേരിക്കക്ക് താല്പര്യമാണ്. അതിന് ഈ പറയപ്പെട്ട ബാഗ്രാം ഉപയോഗിക്കാൻ വേണ്ടി അവർക്ക് സാധിക്കാറുണ്ട്, സാധിച്ചിട്ടുമുണ്ട്. പിന്നെ ഇറാന്റെ തീർച്ചയായിട്ടും ഇറാൻ കൃത്യമായിരിക്കും ശത്രു രാജ്യമാണ്. ചൈന അങ്ങനെയാണ്, റഷ്യ അങ്ങനെയാണ്. 1996 സെപ്റ്റംബർ 27 താലിബാൻ അധികാരത്തിലേറുന്നത് അഫ്ഗാനിസ്ഥാനിൽ. പിന്നെ അതിനുശേഷമാണ് പെന്റഗൺ ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അൽ-ഖ്വയ്ദ നടത്തുന്നത്. അതിൻ്റെ എല്ലാവിധ പരീക്ഷണങ്ങളും നടത്തിയത് അഫ്ഗാനിസ്ഥാനിൽ വെച്ചായിരുന്നു. താലിബാൻ അതിന് എല്ലാവിധ സഹായങ്ങളും ഒത്താശയും ചെയ്തു കൊടുക്കുകയും ചെയ്തു. 2001 ഡിസംബർ 7 അധികാരത്തിൽ നിന്ന് താലിബാൻ പുറത്താക്കപ്പെടുന്നു. പുറത്താക്കപ്പെട്ടതിന് ശേഷം പിന്നീട് ഹമീദ് കർസായിയുടെ നേതൃത്വത്തിൽ പുതിയൊരു സർക്കാരിനെ അമേരിക്ക പ്രതിഷ്ഠിക്കുന്നു. 15-20 വർഷത്തോളം അങ്ങനെ അത് നീണ്ടുപോയി. 2021 ഓഗസ്റ്റ് മാസം 15 താലിബാൻ വീണ്ടും അഫ്ഗാനിസ്ഥാനിൽ അധികാരം പിടിച്ചെടുക്കുന്നു. അഥവാ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈനിക സംവിധാനത്തെ തകിടം മറിച്ചുകൊണ്ട് സർവാധിപത്യം പിടിച്ചെടുക്കാൻ വേണ്ടി താലിബാന് സാധിച്ചു എന്നുള്ളത് ചരിത്രത്തിൽ ആദ്യത്തെ ഉദാഹരണമായിട്ട് വിലയിരുത്തുകയാണ്. കാര്യം, ലോക രാജ്യങ്ങളിൽ അമേരിക്ക ഇടപെടുന്ന ഒരു രാജ്യത്തും പിന്നീട് ഒരു അട്ടിമറിക്കപ്പെട്ട ഒരു സർക്കാർ രണ്ടാമത് പുനഃപ്രതിഷ്ഠിക്കപ്പെടാറില്ല, വരാറില്ല. അത് 100 രാജ്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഒന്നുപോലും ഇല്ല എന്നുള്ളതാണ് അതിന് സത്യം. അത് അമേരിക്ക എന്നല്ല, ഇനി ബ്രിട്ടൻ ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ഇറ്റലി ഒക്കെ ആണെങ്കിലും ഏത് രാഷ്ട്രം എടുത്ത് പരിശോധിച്ചാലും ഒരു രാജ്യത്തിൻ്റെ അകത്ത് അവർ ഇടപെട്ടുകൊണ്ട് ആ രാജ്യത്തിലെ ഭരണ സംവിധാനം അട്ടിമറിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാം ഘട്ടത്തിലേക്ക് അവർ തിരിച്ച് വരാറില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. നമുക്ക് ഇറാഖ് ഉദാഹരണമാണ്, ലെബനാൻ, ഈ ലിബിയ ഉദാഹരണമാണ്, സുഡാൻ ഉദാഹരണമാണ്, ഈജിപ്ത് ഉദാഹരണമാണ്, ഇറാഖ് ഉദാഹരണമാണ്. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് രാജ്യങ്ങൾ നമുക്ക് എണ്ണാൻ പറ്റും. സിറിയ അടക്കം തിരിച്ചു വരവുണ്ടായിട്ടില്ല. എന്നാൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ തിരിച്ചു വന്നു. അത് അവരുടെ മലയിടുക്കിലേക്ക് അവർ ഉൾവലിഞ്ഞു എന്നുള്ളതും ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ചില മേഖലകളും പർവ്വത താഴ്വരങ്ങൾക്കും ഇടയിൽ നിന്ന് വീണ്ടും അവർ കരുത്താർജിച്ചുകൊണ്ട് തിരിച്ചു വന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത്, താലിബാൻ അട്ടിമറിച്ചുകൊണ്ട് അമേരിക്ക ആ ഭരണം ഏറ്റെടുക്കുന്ന സമയത്ത്, അതായത് ഹമീദ് കർസായിയുടെ ആ കാലഘട്ടത്തിൽ 1.5 ലക്ഷം അമേരിക്കൻ സൈനികർ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്നു.
ഘട്ടം ഘട്ടമായി അവരെ പിൻവലിച്ച് ഇപ്പോൾ അവസാനം 2021 താലിബാൻ വീണ്ടും അധികാരത്തിലേറുന്ന സമയത്ത് ഏകദേശം 3500ഓളം അമേരിക്കൻ സൈനികർ പെട്ടുപോയി എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ഭരണമാറ്റം ഉണ്ടായതോടുകൂടി ഇവരുടെ ജീവന് ഭീഷണിയായി. നിലനിൽക്കാൻ പറ്റില്ല, രാജ്യം വിട്ടു പോകാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതിസന്ധിയിൽ അവർ കുടുങ്ങിയ സമയത്ത് പിന്നീട് ഖത്തറിന്റെ മധ്യസ്ഥതയിൽ താലിബാനുമായി ചർച്ച നടത്തിയിട്ടാണ് ജീവനോടുകൂടി 3500 അമേരിക്കൻ സൈനികരെ ദോഹയിൽ നിന്ന് ന്യൂയോർക്കിലേക്കും പിന്നീട് എത്തിക്കപ്പെട്ടത് എന്നാണ് ചരിത്രം. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ട്രംപ് ബൈഡന്റെ കാലത്ത് തന്നെ ഈ വിഷയങ്ങൾ ഇങ്ങനെ ചെറിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. ട്രംപ് അധികാരത്തിൽ വന്ന സമയത്ത് ബാഗ്രാം എയർപോർട്ട് മാത്രമല്ല, തങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട ആയുധങ്ങളും തങ്ങൾക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞു. അവർ ആ സമയത്ത് ഈ 3500 സൈനികർ ജീവൻ വിട്ട് ഓടിയതാണ്. അപ്പോൾ അവരുടെ ആ സമയത്ത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഉപേക്ഷിക്കപ്പെട്ട ഒരുപാട് ആയുധങ്ങളും വസ്തുക്കളും ഉണ്ട്. റൈഫിൾ, പിസ്റ്റൺ, റോക്കറ്റ്, മോർട്ടാർ, സൈനിക വാഹനങ്ങൾ, ടാങ്ക്, വിമാന ഹെലികോപ്റ്ററുകൾ, റേഡിയോ ഡ്രോണുകൾ, നാവിക കോപ്റ്റർ പോലെയുള്ള ഉപകരണങ്ങൾ, അങ്ങനത്തെ ഒരുപാട് സംവിധാനത്തിന്റെ ലിസ്റ്റുകൾ പറയുന്നു. ഇതെല്ലാം അവർ ഉപേക്ഷിച്ചു പോയതാണ്. ഉപേക്ഷിക്കപ്പെട്ടതൊക്കെ ദശകോടികളുടെ വില മതിക്കുന്ന വസ്തുക്കളാണ്. കുറച്ചൊക്കെ ഈ നാശം വന്നതുണ്ടെങ്കിൽ പോലും ബാക്കിയെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. താലിബാൻ അതെല്ലാം പിടിച്ചുകൊണ്ട് എന്ത് ചെയ്തു? പിടിച്ചെടുക്കുകയും അതവരുടെ സൈനിക മേഖലയിലേക്ക് മാറ്റുകയോ മറ്റോ ചെയ്തുകൊണ്ട് കൂട്ടിച്ചേർക്കപ്പെടുകയും ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് അവർ എഴുതി ചേർത്തു. അതുകൊണ്ട് ഇതൊന്നും തിരിച്ചു തരൂല, അത് ഞങ്ങളുടെ ഭാഗമാണ് എന്നുള്ള അവർ പ്രഖ്യാപിച്ചു. ഇപ്പം ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിഷയം എന്ന് പറയുന്നത് നിരീക്ഷണം നടത്തുന്നതിൽ നിന്ന് അവർ വല്ലാത്ത രീതിയിൽ പിറകോട്ട് പോയി എന്നുള്ളത് അവർക്ക് വലിയ നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ബാഗ്രാം മേഖലയോട് ചേർന്നിട്ടാണ് ചൈനയുടെ ഒരു ആണവ കേന്ദ്രം ഉള്ളത്. ഈ ആണവ കേന്ദ്രം നിരീക്ഷിക്കുക എന്നുള്ളത് അമേരിക്കയുടെ നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. അഫ്ഗാനിസ്ഥാനിലുള്ള നിയന്ത്രണം അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടതോടുകൂടി അത് സാധിക്കാതെ പോയി. ബാഗ്രാം നമ്മൾ ദൂരം നോക്കുന്ന സമയത്ത് ചൈനയിലേക്ക് ബാഗ്രാം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്, അതായത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് 1200 കിലോമീറ്റർ ആണ് ദൂരം. 1000 to 1200 ആണ് കിലോമീറ്റർ പറയുന്നത്. ഇറാനിലേക്കാണെങ്കിൽ 1000 കിലോമീറ്റർ, റഷ്യയിലേക്കാണെങ്കിൽ 2500 കിലോമീറ്റർ, പാകിസ്ഥാനിലേക്കാണെങ്കിൽ 1000 കിലോമീറ്റർ. എല്ലാം വളരെ അടുത്തടുത്ത് നിൽക്കുന്ന രാജ്യങ്ങളാണ് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം ചൈനയിലെ ഷിൻചിയാങ് എന്ന് പറയുന്ന പ്രവിശ്യയിൽ ഈ അവരുടെ ആണവ റിയാക്ടറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു മേഖലയുണ്ട്. ആണവായുധ സംവിധാനങ്ങൾ സൂക്ഷിക്കുകയാണെന്നും നിർമ്മിക്കുകയാണെന്നും രണ്ടും പറയുന്നുണ്ട്. ഇവിടേക്ക് 1000 കിലോമീറ്റർ ദൂരം മാത്രമേ പരിധിയുള്ളൂ ഈ പറയപ്പെട്ട പ്രവിശ്യയിൽ നിന്ന്. 1960 അത് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. ലോപ്പ് ന്യൂക്ലിയർ ടെസ്റ്റ് സൈറ്റ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഈ മേഖല എന്ത് ചെയ്യണം? ഈ മേഖല നിരീക്ഷിക്കാനുള്ള അവസരം അമേരിക്ക കിട്ടണം. ഇതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം. ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ചൈനയുമായിട്ട് അഫ്ഗാനിസ്ഥാന് നല്ല ബന്ധമാണ്. താലിബാൻ ഭരണം അട്ടിമറിച്ചതിന് ശേഷം ആദ്യമായിട്ട് അതിനെ അഫ്ഗാന്റെ രാജ്യമായിട്ട് അംഗീകരിച്ച, അല്ലെ താലിബാനെ സർക്കാരായിട്ട് അംഗീകരിച്ചതും ചൈനയാണ്. അമേരിക്ക അംഗീകരിച്ചിട്ടില്ല. ആ ഭീകരവാദ ലിസ്റ്റിൽ പെടുത്തിക്കൊണ്ട് അങ്ങനെ നീക്കം ചെയ്യുന്നതിനിടയിലാണ് പിന്നീട് ഈ പ്രതിസന്ധി കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഫ്ഗാനോടായിട്ട് പറയുന്ന കാര്യങ്ങൾ സാമ്പത്തികമായ രീതിയിൽ വലിയ സഹായങ്ങൾ രാജ്യത്തിന് നൽകാൻ തയ്യാറാണ്. വാടകക്കോ വിലക്കോ സൗജന്യമായോ നിങ്ങൾ ബാഗ്രാം എന്ന് പറയുന്ന സൈനിക എയർബേസ് തങ്ങൾക്ക് വിട്ടുതരണം. കൂടെ ഉപയോഗിച്ച വസ്തുക്കൾ, അതായത് ആയുധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ചില ആയുധങ്ങളുമായി ബന്ധപ്പെട്ടതൊക്കെ തങ്ങൾക്ക് വിട്ടുവീഴ്ചയോടുകൂടി അല്ലെ ചർച്ചയോട് കൂടിയിട്ട് അതിനൊരു രമ്യമായ പരിഹാരം ഉണ്ടാക്കാം എന്നും പറയുന്നുണ്ട്. ഇപ്പോഴത്തെ അമേരിക്കയുടെ രാഷ്ട്രീയ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ അമേരിക്ക ലോകരാജ്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുന്ന സ്ഥിതിയും, അമേരിക്കയുടെ ശത്രുപക്ഷത്തുള്ള സോഷ്യലിസ്റ്റ് രാജ്യങ്ങളെല്ലാം അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിനോടൊക്കെ താല്പര്യമുള്ള രാജ്യങ്ങളെല്ലാം ഏകോപിച്ചുകൊണ്ട് അമേരിക്കക്കെതിരെ നിലപാടെടുക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് വലിയ രീതിയിലുള്ള പ്രയാസം അമേരിക്ക സൃഷ്ടിക്കുന്നു. ഇത് സാരമായിട്ട് ബാധിക്കുന്നിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് ചില റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. അത് അമേരിക്കയോട് പറയുകയും ചെയ്തിട്ടുണ്ട്. എത്രത്തോളം നിങ്ങൾ ഇസ്രായേലുമായിട്ട് സഹകരിക്കുന്നു അത്രത്തോളം ലോകരാജ്യങ്ങൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു. അറേബ്യൻ മേഖലയിൽ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലയെല്ലാം ചൈനയ്ക്ക് വലിയ സ്വാധീനമുണ്ടാകുന്നു, റഷ്യക്കും സ്വാധീനം ഉണ്ടാകുന്നു. പ്രത്യയശാസ്ത്ര വിരുദ്ധതയും വൈരാഗ്യങ്ങളും മറന്നുകൊണ്ട് അറബ് രാജ്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആശയത്തെയും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെയും സ്വീകരിക്കാൻ വേണ്ടി താല്പര്യം കാണിച്ചത് വിശ്വാസ രാജ്യമായിരിക്കുന്ന, അതായത് അബ്രഹാം കരാറുമായിട്ട് ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്ന അമേരിക്കക്ക് അത് വലിയ രീതിയിൽ ആഘാതമുണ്ടായി.
എല്ലാ കാര്യത്തും അമേരിക്കയുടെ തന്ത്രങ്ങൾ വിജയിക്കാറുണ്ട്. അതായത് പ്രത്യയശാസ്ത്ര വിരുദ്ധത, ഇസ്ലാമിക പ്രത്യയശാസ്ത്രവും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രവും തമ്മിലുള്ള വിരുദ്ധത വെച്ചുകൊണ്ട് കമ്മ്യൂണിസവുമായിട്ട് അകൽച്ച ഉണ്ടാക്കുന്നതിൽ അമേരിക്ക എല്ലാ കാലത്തും വിജയിച്ചിരുന്നു. സോവിയറ്റ് യൂണിയൻ കമ്മ്യൂണിസ്റ്റുള്ള കാലത്തും സ്റ്റാലിൻ്റെ കാലം മുതൽ പിന്നെ ഗോർബച്ചോവിൻ്റെ കാലം എത്തിയ സമയത്താണ് ജനാധിപത്യത്തിന് ഇടിവ് വരുന്നത്. ഗ്ലാസ്നോസും പെരിസ്റ്റോക്കിയും കൊണ്ടുവന്നതോട് കൂടിയിട്ട് പിന്നീട് അവിടെ ജനാധിപത്യ പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ആഭ്യന്തരമായ രീതിയിൽ സോവിയറ്റ് യൂണിയൻ്റെ അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്ക നടപടിയെടുക്കുന്നു. അൽഖ്വയ്ദ പോലുള്ള ഭീകരവാദ സംവിധാനത്തെ അമേരിക്ക സൃഷ്ടിക്കുന്നു. അങ്ങനെ കലുഷിതമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് 1980 അല്ലെങ്കിൽ 75, 85 എന്ന് പറയുന്ന കാലഘട്ടങ്ങളൊക്കെ. ഇവിടെ ഈ ഗോർബച്ചോവിൻ്റെ പരിഷ്കാരം കൊണ്ടുവന്നതോട് കൂടി അത് ഗോർബച്ചോവിൻ്റെ തിരിച്ചടിയായി. പിന്നീട് അവിടെ സ്റ്റാലിൻ്റെ കാലത്ത് നടന്ന കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ റഷ്യയുടെ പൗരന്മാർ വിളിച്ചു പറയാൻ തുടങ്ങി. ലക്ഷക്കണക്കിന് ഈ റഷ്യക്കാരെ കൂട്ടക്കൊല ചെയ്ത് അടക്കം ചെയ്ത പ്രദേശത്തേക്ക് ഇരച്ചു കയറിക്കൊണ്ട് അവിടെ കുയ്മാടങ്ങൾ മാന്തിയെടുത്തുകൊണ്ട് പ്രദർശിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. ഞങ്ങളുടെ പൂർവികരുടെ അസ്ഥികൂടമെങ്കിലും ഞങ്ങളൊന്ന് കാണട്ടെ, ശ്വാസം കിട്ടാതെ കൊലപ്പെടുത്തിയതാണ് സ്റ്റാലിൻ്റെ കാലത്ത് ഞങ്ങളുടെ പൂർവികരെ എന്നൊക്കെ പറഞ്ഞ് വൈകാരികമായിരിക്കുന്ന ഇടപെടലായിരുന്നു. ലെനിൻ്റെ ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ തച്ചുടച്ചു കഴിഞ്ഞിട്ട് പുറത്ത് ചാടിക്കുകയും അതിൻ്റെ ഭാഗങ്ങളൊക്കെ കടലിലോ അതല്ലെങ്കിൽ ചെങ്കടലിലോ ഒക്കെ നിക്ഷേപിക്കണമെന്ന് മുദ്രാവാക്യം വിളിച്ച കമ്മ്യൂണിസ്റ്റുകാരുടെ എണ്ണങ്ങളൊക്കെ വല്ലാതെ പെരുകിയ ഒരു കാലഘട്ടമായിരുന്നു. നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ഇതൊക്കെ അമേരിക്കയെ സംബന്ധിച്ചവർക്ക് വലിയ ആശ്വാസമുള്ള കാര്യമാണ്. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ രീതികൾക്കൊക്കെ മാറ്റം വന്നു. കമ്മ്യൂണിസത്തെ മുസ്ലിം രാജ്യങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങി. അതോടുകൂടി അമേരിക്കയുമായിട്ട് അകലാൻ തുടങ്ങി. അതിന് ചൈനയുടെ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ ചൈനയുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും നിരീക്ഷിക്കുക എന്നുള്ളത് അമേരിക്കയുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമായിട്ട് വന്നു. അങ്ങനെയാണ് അവർ ബാഗ്രാം എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാനിലെ തന്ത്രപ്രധാനമായിരിക്കുന്ന സൈനിക എയർബേസ് വീണ്ടും തിരികെ ചോദിച്ചത്. സാമ്പത്തികം നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് അണച്ചുകൂട്ടുന്ന ഒരു പ്രവൃത്തിയാണ് നൽകുന്നത്. എന്നാൽ യാതൊരു കാരണവശാലോ അഫ്ഗാനിസ്ഥാൻ അത് വിട്ടു നൽകില്ല എന്ന് പറഞ്ഞതോടുകൂടി വലിയൊരു പ്രതിസന്ധിയിലേക്ക് അമേരിക്ക എത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.